കൊല്ലം തേവലക്കര ബോയ്സ് ഹൈസ്കൂളിൽ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ പ്രധാനാധ്യാപിക എസ് സുജയ്ക്ക് സസ്പെൻഷൻ. പ്രധാനാധ്യാപികയ്ക്ക് ഗുരുതര വീഴ്ചയുണ്ടായെന്ന പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ അന്തിമ റിപ്പോർട്ട് വിദ്യാഭ്യാസ മന്ത്രിക്ക് കൈമാറി. മന്ത്രിമാരായ വി ശിവൻകുട്ടിയും കെ എൻ ബാലഗോപാലും അപകടമുണ്ടായ സ്കൂളിലും മരിച്ച മിഥുന്റെ വീട്ടിലും സന്ദർശനം നടത്തി. വീഴ്ച വരുത്തിയവർക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടിയുണ്ടാകുമെന്നാണ് മന്ത്രിമാരുടെ ഉറപ്പ്. അപകടത്തിൽ ഉപവിദ്യാഭ്യാസ ഡയറക്ടർ, സ്കൂൾ മാനേജ്മെന്റ്, പ്രധാനാധ്യാപിക എന്നിവരുടെ വീഴ്ചകൾ അക്കമിട്ട് നിരത്തുന്നതാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ അന്തിമ റിപ്പോർട്ട്. സ്കൂളിൽ അപകടാവസ്ഥയിൽ സൈക്കിൾ ഷെഡിന് മുകളിലായി വൈദ്യുതി കമ്പികൾ താഴ്ന്നു നിൽക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. സ്കൂൾ അധികൃതർ പരിഹാരം കാണാൻ ആത്മാർത്ഥമായി ശ്രമിച്ചില്ല. സ്കൂളിൽ പരിശോധനയ്ക്ക് പോയ ഉപവിദ്യാഭ്യാസ ഡയറക്ടർ വീഴ്ച വരുത്തി. അനധികൃത നിർമ്മാണമായിട്ടും തടയാനോ റിപ്പോർട്ട് ചെയ്യാനോ പ്രധാനാധ്യാപികയും ശ്രമിച്ചില്ല. നോട്ടീസിന് മാനേജ്മെന്റ് 3 ദിവസത്തിനുള്ളിൽ മറുപടി രേഖാമൂലം നൽകണം. സ്കൂളിലെ പ്രധാന അധ്യാപികയെ അടിയന്തരമായി സസ്പെൻഡ് ചെയ്യണം. അത് മാനേജ്മെന്റാണ് ചെയ്യേണ്ടത്. മാനേജ്മെന്റ് ചെയ്തില്ലെങ്കിൽ ഗവൺമെന്റ് ചെയ്യും. ഈ നടപടികളൊന്നും ഒരു കുഞ്ഞിന്റെ ജീവനക്കാർ വരുന്നൊന്നുമല്ല. ഇല്ലെങ്കിൽ സർക്കാർ നേരിട്ട് നടപടിയെടുക്കുമെന്നാണ് മന്ത്രിയുടെ മുന്നറിയിപ്പ്. അപകടമുണ്ടായ സ്കൂൾ മന്ത്രി വി ശിവൻകുട്ടിയും കെ എൻ ബാലഗോപാലും സന്ദർശിച്ചു. അധ്യാപകരെയും മന്ത്രിമാർ കണ്ടു. വീഴ്ച വരുത്തിയ മുഴുവൻ പേർക്കുമെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടിയെന്ന് മന്ത്രിമാർ. ഈ സംഭവത്തെ സംബന്ധിച്ചിടത്തോളം 3 അന്വേഷണമാണ് നടക്കുന്നത്. മേലിൽ കേരളത്തിൽ വേറെ ആരും ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കാൻ പാടില്ലാത്ത നിലയിലുള്ള നടപടികളും സ്വീകരിക്കുന്നതിന് വേണ്ടിയാണ് ഗവൺമെന്റ് ഇപ്പോൾ ആലോചിച്ചിട്ടുള്ളത്. മരിച്ച മിഥുന്റെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളെയും മന്ത്രിമാർ കണ്ടു. നടപടിയെടുക്കാതിരിക്കാനുള്ള കാരണം കാണിച്ച് സ്കൂൾ മാനേജ്മെന്റിനും നോട്ടീസ് നൽകും. മരിച്ച മിഥുന്റെ സഹോദരന് +2 വരെ സൗജന്യ വിദ്യാഭ്യാസം നൽകുമെന്നും മന്ത്രി പറഞ്ഞു. അടിയന്തര ധനസഹായമായി കുടുംബത്തിന് 3 ലക്ഷം രൂപ നൽകുമെന്നും മന്ത്രി അറിയിച്ചു. 5 ലക്ഷം രൂപയുടെ അടിയന്തര ധനസഹായം KSEB കുടുംബത്തിന് കൈമാറി. തേവലക്കര ബോയ്സ് സ്കൂളിൽ ബാലാവകാശ കമ്മീഷൻ KV മനോജ് കുമാർ സന്ദർശനം നടത്തി. 24 തിരുവനന്തപുരം, കൊല്ലം.